UK വന്ന് നല്ല പൈസ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ പൈസയൊക്കെ എങ്ങനെ ചിലവാക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നപ്പോഴത്തേനാണ് ഫേസ്ബുക്കിൽ റെയിൻഡിയർ ലോഡ്ജ് എന്ന് പറഞ്ഞൊരു സംഗതി കണ്ടത്. അപ്പോൾ നേരെ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തു, 85 പൗണ്ട് മുടക്കി. നേരെ ഒരു 5 മണിയായപ്പോഴത്തേനും അവിടെ ചെക്ക് ഇൻ ആയി കഴിഞ്ഞപ്പോഴത്തേനല്ലേ ഇതിൻ്റെ ഒരു വൈബ് മനസ്സിലായത്. വൈബ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൊളി വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലം, കൊടുത്ത പൈസക്ക് വർത്താണ്. ഇതെവിടെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റെക്സാമിൽ നിന്ന് മോൾഡിലോട്ട് പോകണ വഴിക്കാണ്. റെക്സാമിൽ നിന്ന് ഒരു കൃത്യം ഒരു 23 മിനിറ്റാണ് വിത്ത് പീക്ക് ട്രാഫിക്കിൽ നമുക്ക് അവിടെ എത്താൻ പറ്റുന്നത്. അതല്ലെങ്കിൽ നമുക്ക് 20-19 മിനിറ്റും കൊണ്ട് നമുക്കെത്താം. ഇതിങ്ങനെ ഒരു 4-5 സ്റ്റേഷൻസാണ്. ഇവിടെ ഓരോരോ സ്ഥലത്ത് ഓരോരോ പ്ലേസ് ഉണ്ട്, ഓരോരോ ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിള്ളേർക്കെല്ലാം നല്ലൊരു എൻജോയ്മെൻ്റാണ്, പിന്നെ നല്ല രസമാണ് കണ്ടുപോകാനായിട്ട്. ഇപ്പം പ്രത്യേകിച്ച് നൈറ്റ് ടൈമിൽ നമ്മൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കാഴ്ചകളും കണ്ട് അങ്ങോട്ട് പോവാം. പിന്നെ ഇതിനകത്ത് ഏറ്റവും ഇതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഈ കാണുന്ന നിങ്ങളുടെ റെയിൻഡിയേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാം. അതുങ്ങളൊക്കെ നല്ല ഉറക്കത്തിലായിരുന്നു. കാരണം ഡ്രൈവ് ത്രൂ ചെയ്ത് പോണതിൻ്റെ അവിടെ ഇങ്ങനെ മ്യൂസിക്കും വന്ന് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇത് ചെയ്ത് ഇവർ നമ്മളെ ഓരോരോ സ്ഥലത്ത് നിന്ന് ഇനി ഓരോരോ സ്ഥലത്തോട്ട് കയറ്റിവിടും. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു സ്ഥലമാണ്. അവിടെ ഇങ്ങനെ നമ്മൾ സാന്റാക്ലോസ് ഇങ്ങനെ ആകാശത്ത് നിന്ന് ഇങ്ങനെ താന്നിങ്ങോട്ട് ഇറങ്ങും. ഇതാണ് ഐറ്റം. ഫോണിൻ്റെയൊക്കെ ഒരു സൂമിങ് കപ്പാസിറ്റി അനുസരിച്ച് ഇത്രയൊക്കെ കിട്ടിയുള്ളൂ. പക്ഷേ ഇത് നേരിട്ട് കാണാനായിട്ട് നല്ല രസമാണ്. അപ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ ശമ്പളം എന്ന് പറയുന്നത് ഒരു 130-135 പൗണ്ട് നേരെ ഇതിന് മുടക്കി കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു 3-4 മണിക്കൂർ പോയി കിട്ടും. അതോടെ നമുക്ക് സമാധാനമായിട്ട് അടുത്ത ദിവസം പണിക്ക് പോകാനായിട്ട് നല്ല ഒരു ഊർജ്ജവും കിട്ടും. ഇതൊരു ഡിസംബർ ടൈമിലാണ് ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ഇവിടെ നടത്തുന്നത്. അത് നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെ ഓരോരോ ഡിസംബർ ടൈമിലും അടിപൊളിയായിട്ടെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് അതിനൊരു പൈസയും വെച്ച് ആൾക്കാരെയും വെച്ച് ഇതുപോലെ റെയിൻഡിയേഴ്സിനെയൊക്കെ നിർത്തി ഒരു പരിപാടി തുടങ്ങും. പിന്നെ അതുപോരാതെ ഇതാണ് അടുത്ത പൈസ കളയുന്ന പരിപാടി. നേരെ നമ്മൾ കയറി കഴിഞ്ഞാൽ 2 എണ്ണത്തിൽ കയറാനായിട്ട് 20 പൗണ്ടാണ് അവന്മാർ മേടിച്ചേക്കുന്നത്. ഓരോരോ കോയിനായിട്ട് കിട്ടും. അവിടെ നമുക്ക് കാർഡ് പേയ്മെൻ്റ് ഉണ്ട്, ക്യാഷ് പേയ്മെൻറ്റും വളരെ ചുരുക്കമാണ്. എല്ലായിടത്തും കാർഡ് പേയ്മെൻ്റ് ഉണ്ട്, അതുകൊണ്ട് നമുക്കൊരു കുഴപ്പമില്ല. ഇതിലൊക്കെ കയറി അവിടെ താഴെ ഇറങ്ങി ഒരു ഹോട്ട് ചോക്ലേറ്റൊക്കെ കഴിച്ച് പിന്നെ ഒരു ബർഗറൊക്കെ കഴിച്ച് അവിടെ ഒരു 10-30 പൗണ്ടും കളഞ്ഞ് എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേനും സമാധാനമായി. പിന്നെ വൈകിട്ടായതുകൊണ്ട് ഇവിടെ ഡിസംബർ ആയതുകൊണ്ട് നല്ല തണുപ്പാണ്. ഇതാണ് അവിടുത്തെ അകത്തോട്ട് നമ്മൾ കാർ പാർക്ക് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ കറങ്ങാൻ വരുന്ന പിന്നെ ഗെയിംസൊക്കെ ഉള്ളൊരു സ്ഥലം. നല്ലൊരു അടിപൊളി സ്ഥലമാണ്. ഇവിടെ നമുക്ക് പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ വരുമ്പോഴത്തേനും നമുക്കവിടെ ഒരു സാന്റാക്ലോസ് ഉണ്ട്. സാന്റാക്ലോസ് അവിടെ പിള്ളേരുടെ അടുത്തൊരു കാര്യങ്ങൾ മാത്തൻ്റെ കയ്യിലുള്ള ആ റെയിൻഡിയർ പുള്ളി ഗിഫ്റ്റായിട്ട് കൊടുത്താണ്. 85 പൗണ്ട് മുടക്കുന്നതിന് ഒരു ഗിഫ്റ്റ്. പിന്നെ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതുപോലെ കുറച്ച് ക്രിസ്മസ് ട്രീസൊക്കെ വെച്ച് ഭയങ്കര നല്ല അടിപൊളി ലൈറ്റിംഗ് ഷോ ഒക്കെ ആയിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള സംഗതികൾ അതിനകത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ അവിടുന്ന് സമാധാനമായി എല്ലാം കൂടി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പൈസ എല്ലാം പോയി നോർത്തുകൊണ്ടാണ് വന്നത്. പക്ഷേ നല്ലൊരു വാർത്തായിരുന്നു പോയത്. പോകാൻ താല്പര്യമുള്ള ആൾക്കാർ റെയിൻഡിയർ ലോഡ്ജിൽ പേജിൽ കയറി ടിക്കറ്റ് ബുക്ക് ചെയ്യുക, സ്വന്തം പൈസയോ പോവുക, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.